بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب من يرد الله به خيرا يفكهه في الدين وبه قال حدثنا سعيد بن عفير قال حدثنا ابن وهب عن يونس عن ابن شهاب قال حميد بن عبد الرحمن سمعت معاوية خطيبا يقول سمعت النبي صلى الله عليه وسلم يقول من يرد الله به خيرا يفكهه في الدين وإنما أنا قاسم والله يعطي ولن تزال هذه الأمة قائمة على أمر الله ما يضرهم من خالفهم حتى يأتي أمر الله. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇൽമിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഇൽമ് പറഞ്ഞു കൊടുക്കേണ്ട രീതി, ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്താണ് ഇൽമ്. ആ ചർച്ചയിൽ ഇമാം ബുഖാരി പറയുന്നത് ജനങ്ങൾക്ക് നന്മയും തിന്മയും പഠിപ്പിച്ചു കൊടുക്കുന്ന, ജനങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന അവരാണ് യഥാർത്ഥ ആലിമീങ്ങൾ. അവരെ സംബന്ധിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ് ഇമാം ബുഖാരി നൽകുന്നത്. ബാബുമൈ ഒരു മഹാനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. യുരിദില്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ, ബിഹി അവരെ കൊണ്ട്, ഖൈറാ എല്ലാവിധ ഖൈറിനെയും ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒന്നിരിക്കൽ ഖൈർ എന്ന് പറഞ്ഞത് ഉമൂമിനിക്കാക്കുക, അപ്പോൾ എല്ലാവിധ ഖൈറിനെയും, അല്ലെങ്കിൽ ഖൈർ തൻവീൻ തഅലീമിനിക്ക് വലിയ ഖൈറിനെ ഉദ്ദേശിച്ചാൽ യുഫക്കിഹുഹു അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖീഹാകും ഫിദ്ദീൻ ദീനിലുള്ള വിജ്ഞാനം അവനിക്ക് അല്ലാഹു നൽകും. മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട്, തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതാ യുഫക്കിഹുഹു, അല്ലാഹു അവനെ ഫഖീഹാക്കും ഫിദ്ദീനി ദീനിൽ. ഈ ഇൽമ് ഫിഖ് എന്ന് പറയുന്നത്, ദീനിലുള്ള ഫഹ്മ് എന്ന് പറയുന്നത് അത് ഒരാൾക്ക് അഭ്യസിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭ്യസിക്കാൻ വേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കണം, അവൻ പഠിക്കണം, അതിന് വേണ്ടുന്ന ഉസ്താദന്മാരെ അവൻ സമീപിക്കണം. അതോടുകൂടെ ആ ഇൽമ് നൽകുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. വബിഹി ഖാല ഹദ്ദസനാ സഈദ് ബിൻ ഉഫൈർ ഖാല ഹദ്ദസനാ ഇബ്നു വഹ്ബ് عن يونس عن ابن شهاب قال حميد بن عبد الرحمن سمعت معاوية خطيبا. ഇതാണ് നമ്മുടെ സനദ്. ഈ സനദിൽ 6 പേരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സഈദ് ബിൻ ഉഫൈർ റളിയല്ലാഹു അൻഹു, അവരാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദ്. സഈദ് ബിൻ കസീർ ബിൻ ഉഫൈർ ബിൻ മുസ്ലിം. ഉഫൈർ എന്നുള്ളത് വല്ലിപ്പയാണ്, വല്ലിപ്പയിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് സഈദ് ബിൻ ഉഫൈർ എന്ന് പറയുന്നത്. അവർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, ഇബ്നു വഹ്ബിൻ്റെ ശിഷ്യനാണ്, ലൈസ് എന്നവരുടെ ശിഷ്യനാണ്. വലിയ വലിയ മഹാന്മാരെ തൊട്ട് ഹദീസ് കേട്ടവരാണ്. അവരെ തൊട്ട് ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തതുപോലെ മുഹമ്മദ് ബിൻ യഹ്യ ദുഹലി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം മുസ്ലിം, ഇമാം നസായി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് നേരിട്ടല്ല, മറ്റൊരാൾ മുഖേനയാണ്. ഇബ്നു ഹാത്തിം അവരുടെ കിതാബുൽ ജർഹി വ തഅദീൽ എന്ന കിതാബിൽ പറയുന്നു, സമീഅതു മിൻഹു, ഞാൻ അവരെ വക്കൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ട്. ഖാല വലം യകും ബിസ്സബതി വകാന യഖറഉ മിൻ കുതുബിൻ നാസി വഹുവ സദൂഖുൻ. അവർ മറ്റുള്ളവരെ കിതാബുകൾ നോക്കി ഹദീസ് വായിച്ച് പറയുന്നവരായിരുന്നു. സ്വയമായിട്ട് അവരുടെ അടുക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ സ്വദൂഖാണ്, സത്യം മാത്രം പറയുന്നവരാണ്.
ഇമാം മുഖദ്ദസി പറയുന്നത് വകാന സഈദ് ബിൻ ഉഫൈരിൻ മിൻ അഅലമിൻ നാസ് ബിൽ അൻസാബി വൽ അഖ്ബാരിൽ മാദിയത്തി വത്തവാരീഖി വൽ മനാഖിബി അദീബൻ ഫസീഹാ. മഹാനായ സഈദ് ബിൻ ഉഫൈർ എന്നവർ ജനങ്ങളിൽ വെച്ച് നസബകളെ കൊണ്ടും കഴിഞ്ഞുപോയ ചരിത്രങ്ങളെ കൊണ്ടും താരീഖുകളെ കൊണ്ടും മനാഖിബുകളെ കൊണ്ടും വല്ലാതെ അറിയുന്നവരും നല്ല സാഹിത്യകാരനും അദബ് പണ്ഡിതനുമായിരുന്നു. ഹാദിറുൽ ഹുജ്ജ, അവർ ഏത് വിഷയം പറഞ്ഞാലും അതിനേക്കുള്ള തെളിവ് മൂപ്പരെടുത്ത് അപ്പുണ്ടാകും. പിന്നെ പരിധി നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ പദ്യങ്ങൾ ധാരാളം ഉണ്ടാക്കിയവരും അതെല്ലാം വളരെ ആശ്ചര്യപരവും വളരെ സാഹിത്യപരവുമായിരുന്നു. വഫാത്തുള്ളത് 226-ലാണ്. അതോടുകൂടെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം മുത്തഫഖ് അലൈഹി റിപ്പോർട്ട് ചെയ്തവരായതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂലേ എന്നുള്ളതിൽ ആർക്കും ചർച്ച ചെയ്യാൻ വരെ പറ്റൂല. രണ്ടാമത്തത് അബ്ദുല്ലാഹിബിൻ വഹബ് ബിൻ മുസ്ലിം അൽ ബസരി, അബൂ മുഹമ്മദ് അൽ ഖുറശിയു അൽ ഫിഹ്രിയു, അവരാണ് രണ്ടാമത്തെ റാവിയായിട്ടുള്ളവർ. അവരും ഇമാം മാലിക് എന്നവരുടെ, ലൈസ് എന്നവരുടെ, സുഫിയാനു സൗരിയുടെ, ഇബ്നു അബീ ദിഅബ്, ഇബ്നു ജുറൈജ് ഇവരെല്ലാവരുടെയും ശിഷ്യനാണ്. ഇവർക്കുള്ള പ്രത്യേകത അബ്ദുല്ലാഹിബിൻ വഹബ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ് ഇബ്നു വഹബ്, അവർ 400ഓളം മഹാന്മാരായ മശായിഖന്മാരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അധിക ആ പേരിലേക്കും എഴുത്തെഴുതി ചോദിക്കലില്ല. ഇവരിലേക്കല്ലാതെ ഇവരോട് എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി ചോദിക്കും. വേറെ ഒരാളോടും എഴുതി ചോദിക്കലില്ല ഇമാം മാലിക്. വഖാല അഹ്മദു ഹുവ സ്വഹീഹുൽ ഹദീസി, അവർ ഹദീസ് സ്വഹീഹായവരാണ്. യുഫസ്സിരു സമാഅ മിനൽ അർളി, ഉസ്താദ് അവർക്ക് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തതും ഇവർ ഉസ്താദിന് അങ്ങോട്ട് ഓതി കൊടുത്തതും അത് രണ്ടും തമ്മിൽ വേർതിരിച്ച് പറയുന്നവരാണ് അവർ. വത്തഹദീസ മിനൽ ഹദീസി, അങ്ങോട്ട് ഓതി കൊടുത്തതും ഇങ്ങോട്ട് ഓതി കേട്ടതും തമ്മിൽ വേർതിരിച്ച് പറയുന്നവരാണ്. വമാ അസഹ ഹദീസുഹു വമാ അസ്ബതഹു, മഹാനായ അഹ്മദ് ഹംബൽ പറഞ്ഞ വർത്താനാണ്. അവരുടെ ഹദീസ് എന്തൊരു സഹിയായതാണ്, അവർ എന്തൊരു സബത്തുള്ള ആളാണ് എന്നാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. യഹ്യ ബിൻ മഈൻ പറഞ്ഞു സിഖത്തുൻ. ഇബ്നു അബി ഹാത്തിം എന്ന മഹാൻ പറഞ്ഞു നളർതു ഫീ നഹ്വി 80,000 ഹദീസ് മിൻ ഹദീസ് ഇബ്നു വഹ്ബിൻ ബിമിസ്റ വഗൈരി മിസ്ർ, മിസ്റിലും മിസ്റിലല്ലാത്തടത്തുനിന്നും ഇബ്നു വഹബ് സമ്പാദിച്ച 80,000 ഹദീസ് അവരിൽ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഫലാ അഅലമു അന്നി റഅയ്തു ഹദീസൻ ലാ അസ്ല ലഹു, അസ്ലില്ലാത്ത ഒരു ഹദീസും ആ 80,000 ഹദീസിൽ ഞാൻ കണ്ടിട്ടില്ല. വഖാല സ്വാലിഹുൽ ഹദീസ് സദൂഖ്, ഇബ്നു അബൂ ഹാത്തിം പറഞ്ഞത് ഹദീസിന് പറ്റിയ ആളാണ്, സത്യവാനാണ്. അഹ്മദ് ബിൻ സ്വാലിഹ് എന്ന് പറഞ്ഞു വഖാല അഹ്മദ് ബിൻ സ്വാലിഹിൻ ഹദ്ദസ ബി100,000 ഹദീസ്, 1,00,000 ഹദീസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബീ ഹാത്തിം പറഞ്ഞത് 80,000 ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റി പരിശോധിച്ചിട്ടുണ്ട്, അതെല്ലാം അസ്ലുള്ളതാണ്. എന്നാൽ അവർ ആകെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് 1,00,000 ഹദീസ്. അവർ വലിയ പണ്ഡിതനുമാണ്, ഫക്കീഹുമാണ്. അവരുടെ ജനനമുള്ളത് ദുൽഖഅദ മാസത്തിൽ 125-ലാണ്, അതിൽ 24-ലാണെന്നും ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുഹരി വഫാത്തായ വർഷത്തിലാണ് ഇമാം അബ്ദുല്ലാഹിബ്നു വഹബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അവിടെ വഫാത്തുള്ളത് മിസ്റിൽ 197-ലാണ്. ശഅബാൻ 26-ന്. ധാരാളം ശിഷ്യഗണങ്ങളുള്ള മഹാനാണ് അബ്ദുല്ലാഹിബ്നു വഹബ് എന്നവർ.
മൂന്നാമത്തെ ആൾ യൂനുസ് ബിൻ യസീദ് അൽ ഐലി എന്ന് പറയുന്ന മഹാനാണ്. അവരെ പറ്റി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് യൂനുസിനെ പറ്റി. നാലാമത്തെ മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ശിഹാബ് സുഹരി, അതാണ് സുഹരി അനീസ് ബിൻ ശിഹാബ്, അവരെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അഞ്ചാമത്തെ ആള് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മഹാനാണ്. ഒക്കെ തക്കത്തമ്മ അവരെ സംബന്ധിച്ചും കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഹുമൈദ് എന്നവർ വിശദമായ ചർച്ച കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസിൽ ഒരു പ്രത്യേക ശൈലിയാണ് ഇമാം സുഹരി ഉപയോഗിച്ചിട്ടുള്ളത്. സനദൊന്ന് നോക്ക്. അൻ ഇബ്നു ശിഹാബിൻ ഖാല ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ മകൻ ഹുമൈദ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു സുഹരി അവിടെ ഹദ്ദസനാ എന്നോ അല്ലെങ്കിൽ സമീഅതു എന്നോ ഒന്നും പറയാതെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു എന്നേ പറഞ്ഞുള്ളൂ. അത് എങ്ങനെയാണ് ഇബ്നു ശിഹാബിന് കിട്ടിയെന്ന് അവിടെ പറഞ്ഞില്ല. അത് മുങ്കത്തിയാണ് എന്നോ ഒന്നും പറയാൻ ഒപ്പില്ല. കാരണം ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ട പ്രധാനിയാണ് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്നുള്ളത് അറിയപ്പെട്ട കാര്യമായതുകൊണ്ട് ഇബ്നു ശിഹാബ് പറയാണ് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം. അത് മൂപ്പർക്ക് പറഞ്ഞു കൊടുത്ത് ഹദീസ് പറഞ്ഞു കൊടുത്ത് നേരിട്ട് കേട്ടതാണ്. അവർ ഹുമൈദ് എന്നവരുടെയും ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ വേറെ അവർ ആളില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ അങ്ങനെയുള്ള സ്ഥലം ഇമാം ബുഖാരിയിൽ വേറെയും സ്ഥലത്തുണ്ട്. ആ വന്നോടത്തെല്ലാം ഇമാം ബുഖാരി ഇങ്ങനെ പറയൽ അൻ ഇബ്നു ശിഹാബിൻ ഖാല ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ, ഈ ശൈലി ഉപയോഗിക്കൽ ഇമാം ബുഖാരി അത് ഇബ്നു ശിഹാബ് എന്നവർ പറഞ്ഞു കൊടുത്ത വാക്ക് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇബ്നു ശിഹാബിൻ്റെ അറിയപ്പെട്ട ഉസ്താദാണ് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹും. അപ്പോൾ അവിടെ സനദ് മുറിഞ്ഞിലെ മുങ്കത്തിയായിലെ ഇബ്നു ശിഹാബിന് എവിടുന്ന് കിട്ടി എന്നിട്ട് ഹദീസ് എന്ന് വ്യക്തമാക്കിയിട്ടില്ലല്ലോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അറിയപ്പെട്ട ഇബ്നു ശിഹാബിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് ഹുമൈദ് എന്നവർ. ഹുമൈദ് എന്നവർ പറയാണ് സമീഅതു മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ എന്നവരുടെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അളിയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിൻ്റെ ആങ്ങളെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. മക്കയിലെ അറിയപ്പെട്ട കുടുംബക്കാരാണ്. അമവി കുടുംബമാണ്. വളരെ മശൂറാണ്. തന്ത്രങ്ങളെ കൊണ്ടും യുദ്ധം കൊണ്ടും ലജ്ജ കൊണ്ടും വളരെ ഹലീം ഒതുക്കമുള്ളവരാണ്. ധാരാളം സിഫത്തുള്ളവരാണ്. കാത്തിബുൽ വഹിയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവർക്ക് ഖിലാഫത്ത് ലഭിക്കുമെന്ന് സൂചന നൽകിയവരാണ്. അങ്ങനെ എല്ലാ നിലക്കും യാതൊരു കളങ്കവുമില്ലാത്ത മഹാനാണ്. ഖാലുൽ മോമിനീൻ എന്ന് പ്രത്യേക പേരുണ്ട് അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മഹാത്തുൽ മോമിനീൻ്റെ ആങ്ങളായതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ആങ്ങള, അതുകൊണ്ട് മോമിനീങ്ങൾക്കുള്ള ഖാലുൽ മോമിനീൻ എന്ന് പ്രത്യേക പേരുള്ളവരുമാണ്. അവർ 48 സന 70 സന 88 വർഷം 78 വർഷം ജീവിച്ചിട്ടുണ്ട്. അതിൽ 40 വർഷം അമീറായും 40 വർഷമാണ് ഇപ്പോൾ ഭരണത്തിലുണ്ടായിരുന്നത്. അതിൽ 20 വർഷം അമീറായും 20 വർഷം ഖലീഫയായും ജീവിച്ചിട്ടുണ്ട്. ഒമാത്ത സനത്ത് 60 ഫി റജബ് 60 അവിടെ വഫാത്തുള്ളത്. അവർ മുസ്ലിം ആകുന്നത് മക്കം ഫതഹിൻ്റെ വർഷത്തിലാണ്. ഒമനാക്കിബുഹു ജുമ്മാൻ, അവരുടെ മനാക്കിബ് വളരെ കൂടുതലാണ്. സ്വഹാബത്തിൽ വച്ച് അതിപ്രധാനിയാണ്. എല്ലാ നിലക്കും ആദരിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് യാതൊരു കളങ്കവും അവരിലേക്ക് ചേർത്തപ്പെടാൻ പാടില്ല. പല ഷിയാക്കളും അവരെ സംബന്ധിച്ച് പലതും എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാം വായിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ പറയുന്നത് കേട്ടിട്ടോ പാട്ടുപാടുന്നവരും
ചരിത്രം പറയുന്നവരുമെല്ലാം കർബല ഉദ്ധരിക്കുന്നവരും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ അവരെ സംബന്ധിച്ച് പലതും പറഞ്ഞേക്കാം. അതൊന്നും ചെവിക്കൊള്ളേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരിൽ വെച്ച് പ്രധാനികളിൽപ്പെട്ടവരാണ് നബിൻ്റെ സ്വഹാബിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വല്ലാതെ ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. കാത്തിമുൽ വഖത്തിബുൽ വഹിയാണ്. നല്ല നല്ല ചരിത്രങ്ങൾ നോക്കുക എന്നല്ലാതെ മറ്റുള്ളവർ കടത്തിക്കൂട്ടിയത് ഒരു കാരണവശാലും ഉൾക്കൊണ്ടു പോകരുത്. വളരെ ശ്രദ്ധിക്കേണ്ടവരാണ്. വിഷമാണ് അവർ, സ്വഹാബത്താണ്. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം മുഖത്തിനിക്ക് ഒരു കോട്ടം, ഒരു ദിവസം വാദം പിടിപെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് 163 ഹദീസ് അവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതെന്ന് നിലവിലുണ്ട്. അതിൽ നിന്ന് ഇമാം ബുഖാരി 8 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിം 5 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മുത്തഫഖ് അലൈഹി ആയത് 4 ഹദീസ് ആകുന്നു. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുആവിയത്ത് ബിൻ സ്വഖ്ർ എന്ന പേര് മൂപ്പരല്ലാതെ, മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫ്യാൻ അല്ലാതെ വേറൊരാളും തന്നെ ഇല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുന്നവരായ സ്ഥിതിയിൽ അവരെ ഉമൈദ് ബിൻ അബ്ദുറഹ്മാൻ കേട്ടു. യഖൂൽ പറയുന്നവരായിട്ട്, സമീഅത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടിരിക്കുന്നു. യഖൂലു, റസൂലുള്ളാഹി പറയുന്നതായിട്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ വഇന്നമാ അന കാസിമുൻ വല്ലാഹു യുഅതി വലൻ തസാല ആദിഹിൽ ഉമ്മത്തു ഖായിമതൻ അലാ അംരില്ലാഹ് ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. വളരെ ചിന്തിക്കേണ്ട, ധാരാളം മനസ്സിലാക്കാൻ കാര്യങ്ങളുള്ള ഒരു നല്ലൊരു ഹദീസാണ്. ഹദീസുകളൊക്കെ നല്ലത് തന്നെയാണ്. ഇതിൽപ്പെട്ട ഒന്നാണ് അർത്ഥത്തിലാണ് നല്ല ഹദീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലവരെ കൊണ്ടും വലിയ ഖൈറിനെ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ എല്ലാവിധ ഖൈറും ഒരാൾക്ക് നൽകണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, ഒന്നിരിക്കൽ മന്ന് നല്ല ഷർത്താണ്, ഷർത്തിൻ്റെ ശേഷം വന്നാലും നഫിൻ്റെ ശേഷം വരുന്ന മാതിരിയാണ്, ഉമൂമിനെ ഫായിദപ്പിക്കും. അപ്പോൾ എല്ലാവിധ ഖൈറും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈർ ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഖൈർ എന്നർത്ഥം വെക്കാൻ പാടില്ല. കാരണം മൂമിനായാൽ തന്നെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവനിക്ക് മൂമിനാവാൻ പറ്റുള്ളൂ. അപ്പം അള്ളാഹു ചെറിയൊരു ഖൈറെങ്കിലും ചെയ്യണം എന്നൊരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവനിക്ക് അള്ളാഹു മൂമിനായും ഹിദായത്ത് കൊടുക്കുക, നൽകുക. ഹിദായത്ത് വലിയ കാര്യമാണ്. ഹിദായത്ത് നൽകിയവർ തന്നെ ധാരാളം ഖൈറിൻ്റെ ഉടമകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഫഖീഹാക്കി മാറ്റും. ദീനി വിജ്ഞാനങ്ങൾ ധാരാളമായി കരസ്ഥമാക്കിയവനാക്കി മാറ്റും. ദീനിൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധ ഖുർആൻ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, അതിൽ നിന്ന് കാര്യങ്ങൾ ഓരോന്ന് ഇസ്തിംബാത്ത് ചെയ്ത് ഇന്നതാണ് ഹദീസിൻ്റെ ഉദ്ദേശം, ഇന്നതാണ് ആ ഖുർആൻ്റെ ഉദ്ദേശം, അതിന് വേണ്ടിയാണ് ആ പദപ്രയോഗം എന്നത് അവനിക്ക് ഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെ വരുത്തി തീർക്കും അല്ലാഹു തആല. ഖുർആനും ഹദീസും തിരിയുന്നവനാക്കി മാറ്റും. അതിൻ്റെ എല്ലാ വശങ്ങളും തിരിയുന്നവനാക്കി മാറ്റും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് മുമ്പത്തെ ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്കറിയാം, ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ, കേട്ടവർ എല്ലാവരും പൂർണ്ണമായി ഞാൻ പറയുന്നത് ഉൾക്കൊണ്ടോളണമെന്നില്ല. അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുക്കുന്നവർക്ക് അതിൽ നിന്ന് അത് ധാരാളം ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ടാകും. ആ മനസ്സിലാക്കിയെടുക്കുന്ന ആളുകളാണ് ഔആയാണ് ഫഖീഹ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറയാണ്, ദീനിൽ ഫഖീഹാക്കുക എന്ന് പറഞ്ഞ പരിപാടി അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അള്ളാഹു ധാരാളം ഖൈർ, എല്ലാവിധ ഖൈറും ഒരാളെ കൊണ്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യങ്ങളിൽ ശരിക്ക് ഗാഹ്യമുള്ളവനാക്കി മാറ്റും.
അവിടെ ചോദ്യം വരാൻ പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, അള്ളാഹുവിൻ്റെ ഖുർആനുകൾ, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നില്ലേ? എല്ലാവർക്കും അത് മനസ്സിലാവൂലേ? അതിൻ്റെ മറുപടി ഇല്ല. വഇന്നമാ അന, തീർച്ചയായും ഞാൻ, കാസിമുൻ, ഓഹരി ചെയ്യുന്നവൻ മാത്രമാണ്. വല്ലാഹു യുഅ്തി, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. പല അർത്ഥങ്ങളുണ്ട് ഇവിടെ. ഒരു പ്രധാനപ്പെട്ട ഒരർത്ഥമാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നതായ സംഗതികൾ, ഖുർആൻ, ഹദീസ്, അത് ഞാൻ വീതിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഞാൻ വീതിച്ചു കൊടുക്കും, എല്ലാവർക്കും ഞാനത് പറഞ്ഞു കൊടുക്കും. വിവേചനമില്ലാതെ പറഞ്ഞു കൊടുക്കുന്നവനാണ് ഞാൻ, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നവനാണ്. പക്ഷേ അതിൻ്റെ ആശയം ഓരോന്ന് ഇന്നതാണ് എന്ന് അവനിക്ക് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. മറ്റൊരർത്ഥമാണ് വഇന്നമാ അന കാസിമുൻ. ഇതേ ഹദീസ് ഇമാം ബുഖാരി ഗനീമത്തിൻ്റെ ബാബിൽ വിശദീകരിക്കുന്നുണ്ട്. വേറെ 4-5 സ്ഥലത്ത് പറയുന്നുണ്ട്. എല്ലാ മാനകളും ഉൾക്കൊള്ളാൻ വേണ്ടിയാണത്. ഇമാം ബുഖാരി ഒരു ബാബിൽ പറയുന്നത് ബാബു ഖൗലില്ലാഹി തആല ഫഇന്ന ലില്ലാഹി ഖുംസഹു വലിർറസൂൽ, യഅനി ലിർറസൂലി ഖസ്മു ദാലിക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമാ അന ഖാസിമുൻ വഖാസിനുൻ വല്ലാഹു യുഅ്തി. അത് വേറൊരു പ്രയോഗമാണ്. മുതലിനെ സംബന്ധിച്ച് ഏതൊരാൾക്ക് ആ മുതൽ അള്ളാഹുവിൻ്റെ മുതലാണ്. ആ മുതലിനെ ഓഹരി ചെയ്യുന്നവനാണ് ഞാൻ. ആ ഓഹരി ചെയ്യുന്നവനും അതിന് ഖജനാവിൽ നിൽക്കുന്നവനും ഞാനാണ്. വല്ലാഹു യുഅ്തി, അതിനെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. മറ്റൊരു ഹദീസിൽ, ബുഖാരി തന്നെയുള്ള ഹദീസിൽ കാണാം, വല്ലാഹി മാ ഉഅ്തീകും വലാ അംനഉകും ഇന്നമാ അന കാസിമുൻ അല്ലാഹു ഐസു ഉമിർതു. മുസ്നദ് അഹ്മദിലുമുണ്ട് ഹദീസ്. ഞാൻ നിങ്ങൾക്ക് തരുന്നുമില്ല, നിങ്ങൾക്ക് ഞാൻ തടയുന്നുമില്ല. ഞാനൊരു വീതിച്ചു കൊടുക്കുന്നവൻ മാത്രമാണ്. അള്ളാഹു എന്നോട് എന്ത് കൽപ്പിച്ചോ അതേ സ്ഥാനത്ത് ഞാൻ വെക്കുള്ളൂ. അള്ളാഹുവിൻ്റെ ഖലാഹ് എന്നോട് ഇന്ന ആൾക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ കൊടുക്കും, ഇന്നാൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല. അത് മുതലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇൽമായാലും അത് തന്നെയാണ്, വേറെ എന്ത് തന്നെയാണെങ്കിലും അത് തന്നെയാണ്, സ്ഥാനമാനങ്ങളായാലും അങ്ങനെ തന്നെയാണ്. അത് ആമായ ഹദീസാണ്. വേറെ ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ വഇന്നമാ അന ഖാസിമുൻ യുഅ്തില്ലാഹു അസ്സ വജൽ. മുസ്നദിലുള്ള മറ്റൊരു റിവായത്താണ്. ബുഖാരിയിലെ ഒരു ഹദീസ്, ബുഖാരിയിലെ 3117 ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ഉഅ്തീകും വലാ അംനഉകും ഇന്നമാ അന ഖാസിമുൻ അല്ലാഹു ഐസു ഉമിർതു. എന്നോട് എവിടെയാണോ വെക്കാൻ വേണ്ടി കൽപ്പിച്ചത് ഞാൻ അവിടെ വെക്കുന്ന ഒരു വീതിച്ചു കൊടുക്കുന്നവൻ മാത്രമാണ്. മുതൽ മുഴുവനും അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു ആർക്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു അവർക്ക് കൊടുക്കും. മുതലാണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും ഇൽമാണെങ്കിലും. അതുകൊണ്ട് ഒരു വിഷയത്തിൽ ഞാൻ തുല്യനാണ്. എല്ലാവർക്കും അല്ലാഹു തആല നബിയായി എന്നെ അയച്ചതോടുകൂടെ ദീനിൻ്റെ സന്ദേശങ്ങൾ എല്ലാവരെയും എത്തിച്ചു കൊടുക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് വിവേചനമില്ലാതെ എല്ലാവരിലേക്കും എത്തിച്ചു തരും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കി തരൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലോചിതമായി ഓരോരോ ആളുകൾക്ക് അപ്പോൾ അത് എത്തിച്ചു കൊടുക്കും, അറിയിച്ചു കൊടുക്കും. ഓരോരോ നേതാക്കന്മാർ അല്ലാഹു ഉണ്ടാക്കി തീർക്കും. അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല, അത് അല്ലാഹു നൽകുന്ന ഒന്നാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഹദീസ് ഓതിത്തരുമ്പം മഹാനുകൾ പറഞ്ഞ കുറച്ച് വരികൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചതാണ്. വഇന്നമാ അന ഖാസിമുൻ, അതിൻ്റെ അർത്ഥം ഞാൻ വീതിച്ചു കൊടുക്കുന്നവനാണ്. സാധനം അള്ളാഹുവിൻ്റേതാണ്. അല്ലാഹു യുഅ്തി എന്ന് പറഞ്ഞാൽ സാധനം അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ ഏതൊരു സാധനം കിട്ടണമെങ്കിൽ നബി മുഖേനയെ കിട്ടുകയുള്ളൂ എന്ന് തീർച്ചയായി. അപ്പോൾ
കമ്പിയില്ല കമ്പി ശരിയാവൂല. പഴയകാലത്തെ പ്രയോഗമാണ് കമ്പിയില്ല കമ്പി, അടിയിൽ വാസ്തയില്ലാത്ത കാര്യം, റിമോട്ട് സംവിധാനം നടക്കൂല പുതിയ ഭാഷയിൽ പറഞ്ഞാൽ. ശൈഖുന പറഞ്ഞത് അപ്പോൾ കമ്പിയില്ല കമ്പി ശരിയാവൂല എന്ന് മനസ്സിലായില്ലേ? ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസീങ്ങളായ ഔലിയാ ആരിഫീങ്ങൾ ഇവരെ നബി ഏൽപ്പിച്ച് എന്ന് വരാം. അപ്പോൾ അവരെ സമീപിച്ചാലും കിട്ടി എന്ന് വരാം. ഉലമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസാണെന്ന് ഇതിൻ്റെ മുമ്പ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നബി കാസിമാവണമെങ്കിൽ നേരിട്ട് വീതിച്ച് ഭാഗിച്ച് കൊടുക്കണമെന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ നബി മുഖേനയല്ലാതെ കിട്ടൂല. കാരണം അള്ളാഹുവിൻ്റെ നിയമം അതാണ്. ഒരാൾക്ക് ദാഹമുണ്ടെങ്കിൽ മുകളിലേക്ക് നോക്കി പടച്ചവനെ എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുമോ എന്നതുപോലെ അള്ളാഹുവിൻ്റെ നിയമം എല്ലാ വിഷയത്തിലും നടപ്പിലാവണം. എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ നിയമം ബാധിക്കും. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് മാത്രമാണോ? ദാഹിച്ചാലും ഇത് ബാധകമാകൂലേ? ശൈഖുനാന്റെ വരികളാണത്. വഇന്നമാ അന കാസിമുൻ. ഇമാമിങ്ങൾ വെച്ച പല ബാബുകളായില്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിവരിച്ചൊരു കാര്യമാണ് വിശദീകരിക്കുന്ന ശൈഖുന. ലോകത്ത് ഈ ദുന്യാവിൽ ആർക്ക് എന്ത് ലഭിക്കണമെങ്കിലും, അറിവ് ലഭിക്കണമെങ്കിലും, സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിലും, സമ്പത്ത് ലഭിക്കണമെങ്കിലും, പേരും പെരുമയും ലഭിക്കണമെങ്കിലും അതെല്ലാം അല്ലാഹു തആലാൻ്റെതാണ്. എല്ലാം അല്ലാഹുവിൻ്റെതാണ്. പക്ഷേ അത് വിഹിതിച്ച് കൊടുക്കുന്നവർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങൾ മുഖേനയല്ലാതെ ഒരു സാധനവും ഒരാൾക്കും കിട്ടൂല. നബി ബന്ധപ്പെടാതെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാം എന്ന് വിചാരിക്കണ്ട. ശൈഖുന പറഞ്ഞ ഉദാഹരണം പോലെ വെള്ളം ഒരാൾക്ക് ദാഹിച്ച് വെള്ളം കുടിക്കണമെങ്കിൽ അത് നേരിട്ട് ഒരു വാതിലടിച്ച് ഒരു റൂമിൽ പോയിരുന്നു, അല്ലെങ്കിൽ മരുഭൂമിയിൽ പോയിരുന്നു, എന്നിട്ട് അല്ലാഹു എനിക്ക് വെള്ളം വേണേ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മാർഗമല്ല. വെള്ളം എവിടെയാണോ ഉള്ളത് എങ്കിൽ അവിടെ പോയി കോരി കുടിക്കണം. അതാണ് അതിൻ്റെ സാധാരണ മാനദണ്ഡം. കോരി കുടിക്കാനുമില്ലെങ്കിൽ പിന്നെ അവിടെയാണ് അള്ളാഹുവിനോട് ചോദിക്കാം. എല്ലെങ്കിലും ചോദിക്കുന്നത് നല്ലതാണ്. അതോടുകൂടെ അതിൻ്റെ അസ്ബാബുമായി ബന്ധപ്പെടണം. ഏത് ഇൽമ് ലഭിക്കണമെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിലും അതിൻ്റെ വിതരണക്കാരൻ റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹി അറിയാതെ ലോകത്ത് ഒരാൾക്കും ഒന്നും തന്നെ ലഭിക്കൂല. ഇന്നമാ അന കാസിമുൻ. മറ്റൊരു ഹദീസിൽ ബുഖാരി വരുന്നൊരു ഹദീസാണ്, ഞാൻ ഖാസിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുഗ്രഹങ്ങളുടെ ഖജനാവ് കാക്കുന്നവൻ ഞാനാണ്. ആർക്ക് അള്ളാഹു കൊടുക്കണമെങ്കിലും ഞാൻ അതിൻ്റെ വാതിൽ തുറന്ന് കൊടുക്കണം. അള്ളാഹുവിൻ്റെ ഇറാത്ത് പ്രകാരം അത് കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും എത്ര കൊടുക്കാനാണോ കണക്കാക്കിയതെങ്കിൽ, അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചതെങ്കിൽ അത് കൊടുക്കും. കിട്ടണമെങ്കിൽ റസൂൽ മുഖേനേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് റസൂലിനെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് കൊണ്ട് റസൂലിനോട് കാര്യങ്ങൾ ചോദിക്കാം, അത് വാങ്ങാം. റസൂലുള്ളാഹിന്റെ വാരിസ്യങ്ങളായ അവരുടെ സഹായികളായ ഔലിയാ അംബിയാ അവരെ ഏൽപ്പിക്കും, ഉലമാവിനെ ഏൽപ്പിക്കും. അവരോടും ചോദിക്കാം, വാങ്ങാം. അത് അള്ളാഹുവിൻ്റെതാവലിനോട് എതിരല്ല. വല്ലാഹു യുഅ്തി. അള്ളാഹുവാണ് മുതൽ, അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ കൊടുക്കാൻ ഏൽപ്പിച്ചത് തന്നെയാണ്. ഒരു കമ്പനിക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ അവർ മുഖേന, ആ ഡിസ്ട്രിബ്യൂട്ടർ ആരാണോ അവർ മുഖേന സാധനം വിതരണം ചെയ്യപ്പെടുള്ളൂ. കമ്പനി ഉണ്ടാക്കും.
അവരതിന് നിശ്ചയിച്ച വില പ്രകാരം ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്താൽ അവർ മുഖേന മറ്റുള്ളവർക്ക് അത് ലഭിക്കുള്ളൂ. നേരിട്ട് കൊടുക്കൂല. കൊടുത്താൽ എന്താണെന്നുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ല. അത് അതിന് സ്വഭാവമല്ല, ആദത്തല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആദത്ത് അങ്ങനെയാണുള്ളത്. എല്ലാ കാര്യത്തിനും വസീലയുണ്ട്. എന്നാൽ ഇൽമ് പോലെയുള്ള കാര്യങ്ങൾ, സമ്പത്ത് പോലെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ റസൂല് മുഖേനയാണ് ലഭിക്കുന്നത് എങ്കിലും ചിലർക്ക് അത് റസൂല് മുഖേനയാണെന്നുള്ള അവ്യക്തതയുണ്ടാകും, അറിവില്ലാതെ ഉണ്ടാകും. ഏത് പ്രകാരം ഇന്ന് ലോകത്ത് മഴ വർഷിക്കുന്നത്, ലോകത്ത് ഇടിയും മിന്നും ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേൽപ്പിച്ച മലക്ക് മുഖേനയാണെങ്കിലും അതറിയാത്തവർ ധാരാളമുണ്ട്. വളരെ ചിന്തിക്കേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇന്നമാ അന കാസിമുൻ വല്ലാഹു യുഅതി വലൻ തസാല ആദിഹിൽ ഉമ്മത്തു ഖായിമതൻ അലാ അംരില്ലാഹ് ലാ യദുർറുഹും മൻ ഖാലഫും ഹത്താ യഅതിയ അംറുല്ലാഹ്. വലൻ തസാല ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് ആയും കൊണ്ടേ ഇരിക്കും ഖായിമതൻ അലാ അംരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മേലിൽ സത്യസന്ധരായി നിന്ന് പോകുന്നവരായും കൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ ഖാലഫഹും, അവർക്ക് എതിര് നിൽക്കുന്നവർ എത്ര തന്നെ ഉണ്ടെങ്കിലും അവരെ അത് ഉപദ്രവിക്കൂല. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംറ് വരുന്നത് വരേക്കും. ഇതിൽ നിന്നാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇജ്മാ ഹുജ്ജത്താണ് എന്ന് എനിക്ക് തെളിവ് കൊടുക്കുന്ന ഒരു ഹദീസാണ്. ധാരാളം തെളിവുകളുടെ പെട്ട ഒന്നാണ്. ഫീഹി ദലാലത്തുൻ അലാ ഹുജ്ജിയത്തിൽ ഇജ്മാ, അതിനെയാണ് പറയുന്നത്. യന്ന മഫ്ഹൂമുഹു അന്നൽ ഹഖ്ക ലാ യഅ്ദുൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ഹക്ക് ഒരു കാരണവശാലും വിട്ടുപോകൂല. അതുകൊണ്ട് ഉമ്മത്ത് ഇജ്മാ ആയി ഒരു കാര്യത്തിൽ എത്തിപ്പെട്ടാൽ അത് സത്യമായേ വരുള്ളൂ. എന്നെന്നും ഹക്കിൻ്റെ മേലിൽ ഒരു കൂട്ടരുണ്ടായി കൊണ്ടേയിരിക്കും. ഹദീസു ലാ തസ്തമി ഉമ്മത്തി അലൽ ളലാല ലഈഫ്, ലാ തസ്തമി ഉമ്മത്തി അലൽ ളലാല എന്ന് സാധാരണ പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസ് ഇജ്മാഇന് ഹുജ്ജത്തിനായി പല ഉദ്ധരിക്കലുണ്ട്. പക്ഷേ ആ ഹദീസ് ലഈഫാണ്. സഹിഹായ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. വലൻ തസാല ആദിഹിൽ ഉമ്മത്തു ഖായിമതൻ അലാ അംരില്ലാഹ് ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ എന്നെന്നും സത്യത്തിൻ്റെ മേലിൽ ഒരു കൂട്ടരുണ്ടായും കൊണ്ടേയിരിക്കും. ആ സത്യത്തിൽ നിന്ന് അവരെ വേർതിരിപ്പിക്കാൻ, പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എത്ര ആളുകൾ ഏതെല്ലാം നിലക്ക് കെട്ടിമറിഞ്ഞ് അത് ബാത്തിലാണ്, അത് ശരിയല്ല, അത് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് പറഞ്ഞാലും അതിൻ്റെ ഭൗതികമായ താല്പര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധിൻ്റെ സബബുകളും അള്ളാഹുവിൻ്റെ വിധിയും അത് രണ്ടും തമ്മിൽ യോജിപ്പിച്ച് ലോകത്ത് വിശദീകരിച്ചു കൊടുത്ത് അത് കത്തിത്തിളങ്ങുന്ന രൂപത്തിലാക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ ദീനിനിക്ക് ഇവിടെ കേടുപറ്റുന്ന ഒരു കാലവും ഉണ്ടാവില്ല. സത്യസന്ധതയിലായും കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താണോ അത് ഖിയാമത്ത് നാൾ വരെ പഠിപ്പിച്ചു കൊടുക്കുന്ന, വേറെ എന്ത് പ്രതിസന്ധികൾ ഇവിടെ വന്നാലും, എന്ത് കണ്ടുപിടുത്തങ്ങൾ വന്നാലും അവിടെയെല്ലാം പരിശുദ്ധ ദീനിൻ്റെ തനതായ രൂപം വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായും കൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. ദീനിക്ക് അത് എന്നെന്നും നിലനിൽക്കും. ഹത്താ യഅതി അംറുല്ലാഹ്. ഈ അംറുല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇമാം ഫത്തുൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നത് പരിശുദ്ധ ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പായും കൊണ്ട് وأن المراد بأمر الله هنا الريح التي تقبض روح كل من في قلبه شيء من الإيمان ويبقى شرار الناس فعليهم تقوم الساعة. ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പായും കൊണ്ട് ഒരു കാറ്റടിച്ച് വീശുകയും ആ കാറ്റ് കാരണമായിട്ട് എല്ലാ ഈമാനുള്ള മുഅ്മിനീങ്ങളെയും മരിക്കും. അതാണ് ഇവിടുത്തെ അംറുല്ലാഹ്. അതുവരേക്കും പിന്നീട് ലോകത്ത് സിറാറുൽ ഖൽഖി ഉണ്ടാവുള്ളൂ. അവരെ കൊണ്ട് ഖിയാമത്ത് നാൾ നിൽക്കുകയും ചെയ്യും.
അപ്പം ആ ഒരു അവസ്ഥ മുഅ്മിനീങ്ങൾ മുഴുവനും മരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ ഖിയാമത്ത് നാളിന് തൊട്ട് മുമ്പ് അതുവരേക്കും ലോകത്ത് സത്യസന്ധതയിലായും കൊണ്ടുള്ള ആളുകൾ ഉണ്ടായും കൊണ്ടേയിരിക്കും.